യെസ്. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. DP ഏതാ? 9. ഒരു രസമുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഭാഗം വെരി ഈസി. ഓക്കെ, ആദ്യം പറഞ്ഞ എന്ത് കാണാനാ? അടിക്ക് തന്നെ പോട്ടെ. ഞാൻ ROE കാണാനാണ് പറഞ്ഞു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈസി ആയിട്ട് കാണാൻ പറ്റും അല്ലേ? എങ്ങനെ കാണാം? ഇതിൽ റിട്ടേൺ കണ്ട മുകളിൽ നിന്നുണ്ട് കണ്ടാ? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഹാസ് റിപ്പോർട്ടഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ, പിന്നെ ഏതാ കോസ്റ്റ് സെൻറ്റർ, പിന്നെ ഏതാ പ്രോഫിറ്റ് സെൻറ്റർ. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ പറഞ്ഞിരുന്നു. പേടിക്കേണ്ട, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ ഒന്നുകൂടെ പറയും. ഓക്കെ, യെസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത, അവർ എത്ര രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്ത്? 28,000. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പറയാം? 28,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവരുടെ നെറ്റ് അസറ്റ്? നെറ്റ് അസറ്റ് 1,42,000. ഇവരിങ്ങനെ തന്നില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. നോൺ കറണ്ട് അസറ്റ് തന്ന്, പിന്നെ കറണ്ട് അസറ്റുകൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് ആഡ് ചെയ്ത്, പിന്നെ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേതാണ്? ഇങ്ങനെ വേണമെങ്കിൽ ഇക്വേഷൻ പറയാം. ഞാൻ വേറെ രസം കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചോ. ഇതാ ബാലൻസ് ഷീറ്റിലേക്ക് വേറെ കുറച്ച് ഡാറ്റ തരാട്ടോ എളുപ്പത്തിൽ. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. മതി, ഇത്ര ഡാറ്റ മതി. ഫിക്സഡ് അസറ്റ് 30, കറണ്ട് അസറ്റ് 10, അപ്പം 40, ഇവിടെ ക്യാപിറ്റൽ 40, വേണ്ട 45, ഇവിടെ 5. ഓക്കെ അല്ലേ? അയ്യോ 50, അപ്പം 20 ആക്കാം. അപ്പം 50 സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് നെറ്റ് അസറ്റ് എന്നുള്ള കൺസെപ്റ്റ്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയും? ടോട്ടൽ അസറ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? ക്യാപിറ്റൽ ലെസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ടോട്ടൽ അസറ്റ് എത്ര ഉള്ളത്? തെറ്റിപ്പോയി. ടോട്ടൽ അസറ്റ് ക്യാപിറ്റൽ അല്ല. അസറ്റ് മൈനസ് ഏതാണ്? തന്നെ അസറ്റ് മൈനസ് ഏതാണ്? നമ്മൾ സാധാരണ ഇക്വേഷൻ പറയാറില്ലേ ക്യാപിറ്റൽ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്? ടോട്ടൽ അസറ്റ് 50 അല്ലേ? അതിൽ നിന്ന് എന്താണ്? കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഞാൻ ബേസിക് ഇക്വേഷൻ പറയാം. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ഏതാ? ലയബിലിറ്റി. യെസ്, ഇങ്ങനെ. സോറി, ഇത് നിങ്ങൾക്ക് അറിയുന്നല്ലേ? അക്കൗണ്ട് ഇക്വേഷൻ അല്ലേ? ഇതിൽ അസറ്റ് എത്രയാണ്? ടോട്ടൽ 50. ലയബിലിറ്റി എത്രയാണ്? കറണ്ട് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. എത്രയാണ്? 5. അപ്പോൾ എത്ര വരും? 45. ഇതാണ് ഇത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ തന്നെയാണ് എന്ത്? നെറ്റ് അസറ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നെറ്റ് അസറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ ക്യാപിറ്റൽ തന്നെയാണ് നെറ്റ് അസറ്റ്. എന്താ ഇക്വേഷൻ? അസറ്റ് മൈനസ് ഏതാണ്? ലയബിലിറ്റി. കിട്ടിയില്ലേ? ഇനി ഇത് കാണാൻ വേറൊരു പണി പറഞ്ഞിട്ടെ. നെറ്റ് അസറ്റ് കാണാൻ, അതാണ് നമ്മൾ ഇവിടുത്തെ ഇക്വേഷനിലുള്ളത്. നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ടോട്ടൽ അസറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ടോട്ടൽ അസറ്റ് എടുക്കാൻ പറ്റില്ല, സോറി. ഫിക്സഡ് അസറ്റ് പ്ലസ് ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് അസറ്റ് എത്രയും? 30 അല്ലേ? പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എത്രയും? 20. കറണ്ട് ലയബിലിറ്റി എത്രയും? 5. അപ്പോൾ എത്ര വരും? 15. 30 പ്ലസ് 15 എത്ര വരും? 45. അതിനല്ല ഇവിടെയും കിട്ടിയില്ലേ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താ പഠിച്ച്? നെറ്റ് അസറ്റ് കാണാൻ 2 ഇക്വേഷൻ പഠിച്ചു. ഒന്ന് ഏതാ? സാധാ സാധനം ഏതാ? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ, എന്തെന്ന് ആലോചിച്ചാൽ മതി? ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? കമ്പനിയിലേക്ക് വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നൊക്കെ പറയും. ഞാൻ ബേസിക് കാര്യം പറയുന്നത്. അപ്പം നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. മറ്റൊരു ഇക്വേഷൻ എന്താ? നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏത് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്താ നെറ്റ് എന്ന് പറയാൻ കാരണം? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ നോക്ക്, വളരെ സിമ്പിളാണ്. നോക്കി, ഈ ഫിക്സഡ് അസറ്റ് ഇല്ലേ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ആഡ് ചെയ്യും? കറണ്ട് അസറ്റ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ലെസ് ചെയ്യും? കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യും. ഇതന്നെയല്ലേ ഏത്? ഇതന്നെയല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ? ഫിക്സഡ് അസറ്റ് പ്ലസ് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോരെ? നെറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ ആണോ? ഇതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്നാണ് മാഷ് പറഞ്ഞു വരുന്നത്. ആണോ? നോക്കി നോക്ക്.
1,00,000 ഏതാണ്? ഫിക്സഡ് അസറ്റ്. പിന്നെ കറണ്ട് അസറ്റ് എത്ര ഉള്ളത് ടോട്ടൽ? 50,000. അതിൽ നിന്ന് ഏത് ലെസ് ചെയ്തു? കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 42,000. അപ്പോൾ ഇത് ഫിക്സഡ് അസറ്റ് ആണ്. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് മൈനസ് ഏതാ? കറണ്ട് ലയബിലിറ്റി. അങ്ങനെയാണ് ഏത് കിട്ടിയുള്ളൂ? 1,42,000 കിട്ടിയത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് ഓൺലി. അതവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ആയില്ലേ? എത്രയും ആൻസർ ആയില്ലേ? ROE കാണണം. എന്താ ROE കാണാൻ പറയും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ ഏതാ? നെറ്റ് അസറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര? 28,000 ഡിവൈഡ് ബൈ 1,42,000 ഇൻറ്റു 100 എത്ര വരും? 19.7%. ഓക്കെ, ഇനി മാഷ് വേറൊരു പോയിന്റ് പറയാം. അടിയിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ നോക്കിയിട്ടാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് പറയാൻ പറ്റുക. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ലോജിക്കലി പോയാൽ മതി. ഒന്നുകൂടെ വ്യക്തമാക്കിയത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് മുകളിലുള്ള ROEയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ട് ROE മാറ്റാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ROE 19% മാറ്റണമെങ്കിൽ ഒന്നിരിക്കൽ നോമിനേറ്റർ മാറ്റണം, അല്ലെങ്കിൽ ഏത് മാറ്റണം? ഡിനോമിനേറ്റർ മാറ്റണം. ചോദിക്കാം, നോമിനേറ്റർ മാറ്റാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ വെച്ചാൽ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ. എന്താ? പ്രോഫിറ്റ് 28,000 അല്ലേ? ഇങ്ങനെ പറയാം. ആ പ്രോഫിറ്റിൽ എന്തുണ്ട്? ഒരു നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അതെന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും അല്ലേ? നോൺ ഓപ്പറേറ്റിംഗ് ലോട്ടറി അടിച്ച പ്രോഫിറ്റ് ഉണ്ട് വിചാരിക്കാം. ഏതാ? ലോട്ടറി അടിച്ച 8,000 രൂപ ലോട്ടറി അടിച്ചാണ്. അതും കൂടുതൽ. ലോട്ടറി അടിച്ച് പറഞ്ഞാൽ IAM ലോട്ടറി എടുത്തു. IAMൻ്റെ ഇവിടുത്തെ പൈസ എടുത്തൊരു 100 രൂപയുടെ ലോട്ടറി എടുത്തു. എന്നിട്ട് എത്ര രൂപ പ്രോഫിറ്റ് അടിച്ചു? 8,000. അത് ഇവിടുത്തെ ബിസിനസ്സിലെ അക്കൗണ്ട്സിൽ P&L ക്രെഡിറ്റ് ചെയ്യോ? പിന്നെ എവിടെ ചെയ്യുക? അപ്പുറത്തെ പ്രൊഫിൻസിൽ കൊണ്ടുപോയില്ല ക്രെഡിറ്റ് ചെയ്യാം അല്ലേ? ഇവിടെ തന്നെയല്ലേ ചെയ്യണ്ടേ? ബട്ട് ഇറ്റ്സ് എ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ROE കാണുമ്പോൾ എന്താ? നമ്മുടെ പെർഫോമൻസിലൊക്കെ അല്ലേ? ലോട്ടറി എടുത്തത് എന്താണ്? IAM നല്ല കുട്ടികൾക്ക് നല്ല ക്ലാസ് കൊടുക്കുന്നത്, നല്ല റിസൾട്ടൊക്കെ ഉള്ളതുകൊണ്ടാണോ ലോട്ടറി അടിച്ചത്? ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. അപ്പോൾ അത് ROEയിൽ ഒരു കോമ്പണൻ്റ് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? രണ്ടാമത് നമുക്ക് വേറൊരു പോയിന്റ് പറയാം. വേറെ കുറേ പോയിന്റ് പറയാം. ഞാൻ ഇവിടുത്തെ പോയിന്റിലേക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞു. നിങ്ങൾ ഇതിനടുത്ത് പറഞ്ഞു ചോദിക്കും, സാർ ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ. അപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഓക്കെ അല്ലേ? നേരെ തിരിച്ചു ആവാം. ചിലപ്പോൾ അബ്നോർമൽ ലോസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് പ്രോഫിറ്റ് കൂട്ടാം. അങ്ങനെ പലതും ചെയ്യാം. ഇനി ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതിൽ കൊടുത്തൊരു അസംഷൻ ഇത്രയേ ഉള്ളൂ. ഈ ട്രേഡ് റിസീവബിളില്ലേ, ഇതാ ഈ എമൗണ്ട് 30,000, അത് കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. ഓക്കെ അല്ലേ? മനസ്സിലായ? അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഇവിടെ തന്നിട്ടില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്നാ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഏതെന്ന് വിളിക്കാം? X എന്ന് വിളിക്കാം. ഇവിടെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആരാണ്? Y. ഡെപ്റ്റേഴ്സിൽ നിന്നുള്ള എമൗണ്ട് കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? Yക്കാണ്. അങ്ങനെയാണെങ്കിൽ X അവരുടെ നെറ്റ് അസറ്റിൽ എന്തെടുക്കണ്ട? 30,000 എടുക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു പെർസ്പെക്റ്റീവ്. ഇതല്ലാതെ പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഇനി ലയബിലിറ്റിയുടെ കാര്യം പറഞ്ഞൂടെ? ഈ എമൗണ്ട് പേയ്മെന്റ് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി വേറെ ആൾക്കാർ പറഞ്ഞിട്ട് അതും ചെയ്ത് വേണമെങ്കിൽ ഒഴിവായിക്കൂടെ? ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രോഫിറ്റിൻ്റെ മുകളിൽ ഇതായിട്ട് മീനാവണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡെപ്റ്റേഴ്സിൻ്റെ നോട്ടിൽ പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഇത്രേ ഉള്ളൂ. ആ നോട്ട് ആദ്യം എഴുതി വെച്ചു. അപ്പോൾ വേഗം എഴുതി വെക്കുക. ആദ്യം ഒന്നും ചെയ്തില്ലല്ലോ. എഴുതി വെക്കും. DP ഏതാണ്? 9. സ്പീഡ് അവിടെ. DP 9. ആദ്യം എന്ത് വേണം? ROI. വേഗോട്ടെ. ROI എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താ? നെറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, PAT എന്നൊക്കെ പറയാം. ഡിവൈഡഡ് ബൈ
നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് അസറ്റ്. ഈ നെറ്റ് അസറ്റ് എന്നുള്ള ടേം ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ ഡാറ്റ അങ്ങനെയാണ് തന്നിട്ടുള്ളത്, നെറ്റ് അസറ്റ്. അപ്പോൾ എത്ര വരും? 28,000 ഡിവൈഡ് ബൈ 1,42,000 ഇൻറ്റു 100. പെട്ടെന്ന് ചെയ്യും, സ്പീഡ്. ഓക്കെ, ഇതിലെ പാർട്ട് 1 ആണ് ചെയ്തത് കേട്ടോ. 1. ഇനി 2 ആണ് ഇത് അടുത്ത് പറയാൻ പോകുന്നത്. 1 എഴുതി, ഇനി 2 എന്നുള്ള 2. സപ്പോസ് എഴുതാം. സപ്പോസ് the center manager of this investment center, the center manager of this investment center is not responsible for debt collection full stop. In this situation it could be argued that, ഇതൊരു ആർഗ്യുമെന്റ് മാത്രമാണ്. ഓക്കെ അല്ലേ? ഇറ്റ് കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ്. അല്ല, കുഡ് ബി എന്നൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഷുഡ് ബി പോലും അല്ല. കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ് the center manager is not responsible for trade receivable. Not responsible for trade receivable. Which means while calculating net asset, ആരവിടെ കെടുക്കുന്ന കുട്ടി സ്റ്റാൻഡപ്പ്? ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞില്ലേ, കെടുന്ന് എഴുതണം. ഒന്ന് എഴുതിക്കോ. ഫ്ലോവിലെ കാൽക്കുലേറ്റ് നെറ്റ് അസറ്റ് means while calculating net asset they should ignore എന്ത് ഇഗ്നോർ ചെയ്യണം? ട്രേഡ് റിസീവബിൾ. Then their capital employed or net asset. Capital employed or net asset will be എന്താവും? അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നെയാണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നെയാണ്? 1 lakh. 1 lakh ആണ് അടിയിലെടുത്ത് 1 lakh. ഫിക്സഡ് കോസ്റ്റ് അടിയിൽ 1 lakh. നമ്മൾ എക്വേഷൻ എഴുതിയിട്ട് പിന്നെ നേരെ എഴുതുന്നത് താഴെ അങ്ങനെ എഴുതിയിട്ട് പഠിച്ചു. 1 lakh പ്ലസ് എത്രയാണ്? ഫിക്സഡ് അസറ്റ് എത്ര എടുക്കേണ്ടത് പറയും? 50,000 എടുക്കുക. സോറി, ഫിക്സഡ് അസറ്റ് 1 ലക്ഷം എടുത്ത് കറണ്ട് അസറ്റ് എത്ര എടുക്കാൻ പാടുള്ളൂ? ഇൻവെന്ററി മാത്രം എത്ര? 20,000 മൈനസ് എത്ര? 8,000. 20,000 8,000 ബ്രാക്കറ്റ് ഇടും. നമ്മളെ കറക്റ്റ് ആവും. 20,000 മൈനസ് 8,000 അത്രയും ഭാഗം. 20,000 മൈനസ് 8,000 എന്നുള്ളത് ബ്രാക്കറ്റ് ഇടാം. 1,12,000. Therefore
The revised ROI is equal to, therefore the revised ROI is equal to, the revised ROI is equal to എത്രയായിരിക്കും? 28,000 മറ്റല്ല ഡിവൈഡഡ് ബൈ എത്ര? 1,12,000. 28,000 മറ്റേ 1,00,000 എത്ര ആവും? 12,000 ഇൻറ്റു 100 അടിച്ച് എത്ര വരും? 20. അപ്പോൾ ഇതൊരു പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യുക? വരികയാണെങ്കിൽ അതേപോലെ സാധനം വരും. എന്ത് ചെയ്യാം?